നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പൂറൻ്റെ അടിക്ക് മറുപടിയായിട്ട് ഹിറ്റ്മാനും റയാൻ റിക്കിൾട്ടനും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് തുടക്കത്തിന് നൽകിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഇതാ LSGയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. പൂറൻ്റെ കാര്യം എടുത്തു പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 8 ഇന്നിങ്സുകളിൽ നിന്ന് 82 റൺസ് മാത്രമാണ് ആൾ നേടിയിരുന്നത്. അതേ ആൾ ഇപ്പോൾ നമ്പർ 3-ൽ ഇറങ്ങുന്നു. ഈ സീസണിൽ ആദ്യമായിട്ട് നമ്പർ 3-ൽ ഇറങ്ങുന്നു. 16 പന്തിൽ നിന്ന് സിക്സർ, അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു. സിക്സറുകളുടെ പ്രവാഹം പെരുമഴ പെയ്യിക്കുന്നു. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഇന്ന് ഹാർദിക് പാണ്ഡ്യ കളിച്ചില്ല. മുംബൈ ഇന്ത്യൻസ് ജയിച്ചു. അദ്ദേഹത്തിന് ഇൽനെസ് ആണ് എന്നാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ബാക്ക് സ്പാസമാണ് എന്ന് പിന്നീട് മുംബൈ ഇന്ത്യൻസ് കൺഫേം ചെയ്തു. MI ബൗൾ ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുകയായിരുന്നു. ടോസ് കിട്ടിയിട്ട് അവർക്ക് വേണ്ടി കോർവിൻ ബോഷ്, ചാഹർ, ഭവ എന്നിവർ സ്ക്വാഡിലേക്ക് വന്നു, പ്ലേയിങ് ലെവലിലേക്ക് വന്നു. ബോൾട്ട് പുറത്തിരുന്നു. പിന്നെ നമ്മുടെ ഹിറ്റ്മാൻ പരിക്ക് മാറി മടങ്ങിയെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയിട്ട് പൊളിച്ചങ്ങ് അടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 228 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 18.4 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു മുംബൈ ഇന്ത്യൻസ്. LSGക്ക് വേണ്ടി അവരുടെ ഓപ്പണർ മിച്ച് മാർഷ് 25 പന്തിൽ 4 4 3 6 അടക്കം 44 റൺസിൻ്റെ മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത ജോഷ് ഇംഗ്ലീസ് 5 പന്തിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. നിക്കോളാസ് പൂറൻ്റെ താണ്ഡവമായിരുന്നു. 21 പന്തുകൾ, 1 4-ഉം 8 സിക്സറുകളും, 300 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 63 റൺസ് അടിച്ചു. ഈ കളിയൊക്കെ നേരത്തെ കളിച്ചിരുന്നെങ്കിൽ നിക്കോളാസ് പൂറൻ LSGയെ എവിടെ എത്തിക്കുമായിരുന്നു എന്ന് ഓർത്താൽ മതി. എന്തായാലും 10 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് വീണ്ടും നിരാശപ്പെടുത്തി. എഡൻ മഴക്കുളം 25 പന്തുകളിൽ നിന്ന് 31 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. രഘുവൻഷി 11 റൺസാണ് അടിച്ചത്. ഹിമ്മത് സിംഗ് 31 പന്തുകളിൽ നിന്ന് 40 റൺസ് അടിച്ച് മോശമല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്തു. ഏതായാലും അങ്ങനെ 20 ഓവറുകളിൽ 228 മോശമല്ലാത്ത സ്കോർ LSG അടിച്ചു. പക്ഷേ ഹിറ്റ്മാൻ ഫോമായാൽ ഒപ്പം റിക്കിൾട്ടൺ പൊളിച്ചടിക്കിയാൽ അതൊന്നും ഒരു റൺസല്ലല്ലോ. രണ്ടുപേരും ചേർന്ന് 11ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും 143 റൺസ് അടിച്ചു കൂട്ടിയിരുന്നു. റിക്കിൾട്ടൺ 32 പന്തിൽ 6 4-ഉം 8 6-ഉം അടക്കം 83 റൺസ് അടിച്ച് മോസിംഗാൻ്റെ പന്തിൽ ജോഷ് ഇംഗ്ലീസ് പിടിച്ച് പുറത്തായി. പിന്നെ രോഹിത് ശർമ്മയിൽ നമ്മൾ സെഞ്ചുറി പ്രതീക്ഷിച്ചു. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ പന്തിൽ ഷമി പിടിച്ച് പുറത്താകുമ്പോൾ 44 പന്തിൽ 6 4-ഉം 7 6-ഉം അടക്കം അദ്ദേഹം 84 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. തിലക് വർമ്മ 11 റൺസ്, സൂര്യകുമാർ യാദവ് 12 റൺസ്. ഇങ്ങനെ അവരുടെ മോശം ഫോം തുടർന്നു. പക്ഷേ നമാൻ ദിറും വിൽ ജാക്സും ചേർന്നുകൊണ്ട് കളി അവസാനിപ്പിച്ചു. ദിർ 12 പന്തിൽ നിന്ന് 3 4-ഉം 1 6-ഉം അടക്കം 23 റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ വിൽ ജാക്സ് 4 പന്തിൽ നിന്ന് 1 സിക്സറിൻ്റെ സഹായത്തോടെ 10 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. ഏതായാലും തകർപ്പൻ ജയം തന്നെ മുംബൈ ഇന്ത്യൻസ് നേടിയിരിക്കുകയാണ്. പ്ലേ ഓഫ് സാധ്യത ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലാണ് ഈ ഒരു പ്രകടനം വരുന്നതെന്ന് മാത്രമാണ് നിരാശ. 10 കളിയിൽ നിന്ന് 6 പോയിൻറ്റോടെ അവർ 9ാം സ്ഥാനത്ത്, 9 കളിയിൽ 4 പോയിൻറ്റോടെ ഈ LSG ഇപ്പോഴും 10ാം സ്ഥാനത്ത് തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.